ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. സങ്കീർത്തന മാധുരി എന്ന ഈ പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ 22-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ് നമ്മൾ പഠനവിധേയമാക്കിയതും ധ്യാനത്തിനായി സമർപ്പിച്ചതും. ഈ എപ്പിസോഡിൽ 2-ാമത്തെ വാക്യം തൊട്ടുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എന്നാൽ നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിന്നിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് സങ്കീർത്തനക്കാരന് ദൈവസന്നിധിയിൽ നിലവിളിച്ചതിനെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദീർഘമായി ചിന്തിച്ചിരുന്നല്ലോ. അതിൻ്റെ തുടർച്ചയായി വീണ്ടും പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല. മറ്റൊരു സങ്കീർത്തനത്തിൽ അരിഷ്ടന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, രാത്രികാലത്തും എനിക്ക് ഉരുളുക തന്നെ പണി. ഇയ്യോബും ഇതേ വാചകം തന്നെ പറയുന്നു, പകൽ സ്വസ്ഥതയില്ല, രാത്രികാലത്തും സ്വസ്ഥതയില്ല, എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെയായി. അപ്പോൾ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് നിലവിളിക്കുന്നു, എന്നാൽ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും സ്വസ്ഥതയില്ല. ഈ വാചകം നമ്മൾ വായിക്കുമ്പോൾ, ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഓർത്തോണം. നമ്മൾ ഹൃദ്യമായിട്ട് വായിച്ചാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഒരു ആശയം പറയുന്നതായിട്ടോ പരാതി പറയുന്നതായിട്ടോ ഉള്ള കാര്യം നമ്മളങ്ങ് മറക്കും. സങ്കീർത്തനങ്ങൾ രൂപപ്പെട്ടത് ഭക്തരായ മനുഷ്യർ പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തിയെടുത്ത പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്. കാലം കഴിഞ്ഞപ്പോൾ അത് വിവിധ ഭാഷകളിലേക്ക്, വിവിധ ജാതിക്കാരുടെ ഇടയിലേക്ക് പരിഭാഷപ്പെടുത്തി. പലരും ഇത് വായിച്ചു. ഓരോ തലമുറ കഴിയുമ്പോഴും നമ്മളിത് വായിക്കുമ്പോൾ ഞാനെന്ന വ്യക്തി ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറ്റപ്പെടുകയാണ്. അതൊരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചോണം. നമ്മൾ പറഞ്ഞ കാര്യം, നമ്മളുടെ ദുഃഖങ്ങൾ, നമ്മളുടെ നിലവിളികൾ മറ്റുള്ളവർ ഏറ്റുപറയുമ്പോൾ, ചില സിനിമയിലെ ചില സീനുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമ്മളുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ചില കൊട്ടേഷൻ കേൾക്കുമ്പോൾ നമ്മളുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. നമ്മളത് ആവർത്തിച്ചു പറയും. പക്ഷേ അതിൽ പലതും ചില കാലഘട്ടങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, തലമുറ കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തി പോകും. നമ്മൾ ഒരുപാട് കോമഡി കണ്ടിട്ടുണ്ട്, ഡയലോഗുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഒരു കാലത്ത് മമ്മൂട്ടിയുടെ പ്രസിദ്ധമായൊരു ചിത്രത്തിലെ ഒരു പ്രത്യേക ഡയലോഗായിരുന്നു, കസേരയിൽ ഇരിക്കാൻ നേരെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി പറയുന്നു, ചാമ്പിക്കോ എന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട അനേകം പേര് അന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴും സിംഗിൾ ഫോട്ടോ എടുക്കുമ്പോഴും ഒക്കെ പല വെറൈറ്റികളിൽ പറയും, ചാമ്പിക്കോ ചാമ്പിക്കോ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുമായിരുന്നു. അന്ന് അതൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ചാമ്പിക്കോ എന്ന് പറയുന്ന രീതി കേൾക്കാനില്ല. അങ്ങനെ അനേകം ടെർമിനോളജി ഉണ്ട്. പക്ഷേ ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും ചില പ്രത്യേകമായ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്നറിയാം. അതിന് കാലങ്ങളും ദേശങ്ങളും ഒന്നുമില്ല. ചില പ്രത്യേക ഡയലോഗുകൾ വളരെ പെട്ടെന്നാണ് ജനമനസ്സുകളിലേക്ക് കയറി വരുന്നത്. പക്ഷേ പ്രാർത്ഥനകളും ആരാധനകളും വേദവാക്യങ്ങളും അത്ര പെട്ടെന്ന് വരത്തില്ല. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മാത്രമേ വരത്തുള്ളൂ. അതാരെങ്കിലുമൊക്കെ പറഞ്ഞു തരണം. കാരണം വേദപുസ്തകം വായിക്കുന്നവരുടെ എണ്ണം കുറയുന്നു, താല്പര്യം കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ല. ഇവിടെ നമ്മൾ ഹൃദയംഗമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, പകൽ സമയത്ത് വിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല. അതായത് അതിലൊരു കാര്യം ഓർത്തോണം, പകൽ സമയത്ത് വിളിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അല്ല, വെറുതെ അല്ല, അയ്യോ അവൻ പകൽ സമയത്ത് വിളിച്ചിട്ടും ദൈവം വിളി കേൾക്കുന്നില്ല എന്നുള്ളതല്ല. രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോൾ അവന് രാത്രികാലത്ത് സ്വസ്ഥതയില്ലെന്നുള്ളതല്ല പ്രത്യേകത. ഭക്തൻ പകലും രാത്രിയും വിളിക്കുന്നുണ്ട്. നമുക്കൊരു വലിയ സന്ദേശം നൽകുകയാണ് കേട്ടോ.
അധികം പ്രാർത്ഥിക്കാത്ത, ഭക്തിയില്ലാത്ത, പലപ്പോഴും ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ നമ്മളോടൊരു വലിയ കാര്യം ഒരു ഭക്തൻ പറയുന്നു, ഉറക്കെ നിലവിളിച്ച് പറയുന്നു, ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ട മകനെ, മകളെ, ദാവീദാകുന്ന ഞാൻ പകൽ സമയത്ത് മൊത്തം എൻ്റെ ദൈവത്തെ വിളിച്ചു കേട്ടോ, എന്നിട്ട് ഉത്തരമരളിയില്ല ദൈവം. രാത്രികാലത്ത് എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. ഞാൻ പകലും രാത്രിയും ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവത്തെ വിളിച്ചു, കണ്ണുനീരൊഴുക്കി, പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം കണ്ണ് തുറന്ന് കാണിച്ചതേയില്ല. അപ്പോഴാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നൊരു 2-3 തവണ വിളിച്ച് ഒരു കൊച്ചു നേർച്ച കൊടുത്തിട്ട് ദൈവം മറുപടി നൽകിയില്ല എന്ന് നീ പരാതി പറയുന്നത്. ഒരു വേദപുസ്തക ഭാഗം വായിച്ചു, ഒരു പ്രഭാഷണം നടത്തി, ഒരു സാക്ഷ്യം പറഞ്ഞു, ആരാധനയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ 7 വെള്ളിയാഴ്ച ഉപവസിച്ചു, അല്ലെങ്കിൽ 50 ദിവസം നോയമ്പെടുത്തു, എന്നിട്ട് പോലും ദൈവം തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, ഉപദ്രവിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നല്ലോ എന്നൊക്കെ നീ പരാതിപ്പെടുന്നത്. ഭക്തൻ നമ്മളോട് സംവേദിക്കുകയാണ്. ഇന്ന് ഭൗതികമായി ദാവീദ് രാജാവ് നമ്മളോടൊപ്പമില്ല, പക്ഷേ നമ്മളോട് പറയുന്നു. ഈ വാക്യം കേൾക്കുമ്പോൾ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓർത്തോണം, എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് നിന്നെ വിളിച്ചു, നീ ഉത്തരമരളിയില്ലല്ലോ. 24 മണിക്കൂറും വിളിച്ചു, വർഷങ്ങളോളം വിളിച്ചു. പകൽ സമയത്ത് വിളിച്ചവന് രാത്രിയിൽ സ്വസ്ഥത കിട്ടേണ്ടതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, രാത്രിയിലും എനിക്ക് സ്വസ്ഥതയില്ല. അപ്പം നമ്മൾ പരാതിരഹിതരായി ജീവിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ വേദവാക്യത്തിലുള്ളത്. അല്ലാതെ വെറുതെ നമ്മൾ വായിച്ചു വിടല്ല, അയ്യോ ഞാൻ പകൽ സമയത്ത് നിന്നെ വിളിച്ചു, നീ ഉത്തരമരളുന്നില്ല. ഒരു പരാതിയല്ല, ഒരു പരിഭവമല്ല, നമ്മൾക്കൊക്കെ ചില പാഠങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, പൗരസ്ത്യ ആരാധനയിൽ, വിശ്വാസത്തിൽ വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും ഒത്തുചേർന്നുള്ള ഒരു ആരാധനാ രീതിയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഭക്തിയിലൊക്കെ നിറഞ്ഞു വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ തന്നെ എല്ലാം തികഞ്ഞവരെന്നുള്ള രീതിയിലാണ് ചിലതൊക്കെ പഠിപ്പിക്കുന്നത്. ഞാനെല്ലാം നിറഞ്ഞവനായി, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, എനിക്ക് വീഴ്ച വരികയില്ല, നീ അനുഗ്രഹിച്ചേ പറ്റൂ, നീ ചെയ്തു തന്നേ പറ്റൂ. ദൈവത്തെയൊക്കെ ചില ചാത്തന്മാരെ പോലെയോ, ദൈവത്തെ ചില കൂലിക്കാരെ പോലെയോ, നമ്മുടെ ദാസനെ പോലെയൊക്കെ ആക്കി തീർക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തെ നമ്മൾ എന്തോ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ തന്നേ പറ്റൂ എന്ന് കടുപ്പിച്ചങ്ങ് പറയുകയാണ്. നമുക്ക് ഒരു ഭക്തന് ദൈവസന്നിധിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ഓർത്തോണം, ഇങ്ങനെയുള്ള പുണ്യവാന്മാരും നിർമ്മലന്മാരും ഒക്കെ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ ചിലത് ചിന്തിക്കണം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടവൻ. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. നീ ആരാണെന്നോ, എന്താണെന്നോ, ഞാൻ എവിടെ താമസിക്കുമെന്നോ, ഞാൻ എന്ത് കുടിക്കുമെന്നോ, എന്ത് കഴിക്കുമെന്നോ ഒന്നും ചോദിച്ചില്ല. എനിക്ക് പണം എവിടെ നിന്നോ, എനിക്ക് ജോലി എന്താ കിട്ടുമെന്നോ ഒന്നും ചോദിച്ചില്ല. റൂട്ട് മാപ്പ് ചോദിച്ചില്ല. നീ എങ്ങനെ എന്നെ നടത്തുമെന്ന് ചോദിച്ചില്ല. ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ചു. ദാവീദ് രാജാവ് ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ചവനാ. സ്വന്തം മകനെ നഷ്ടപ്പെട്ടു. ജീവിത പങ്കാളികളെ, മറ്റു ഭാര്യമാരിലുണ്ടായിരുന്ന മക്കൾ പിടിച്ചെടുത്തു. സ്വന്തം മകൻ അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. കൂടെ ഉണ്ടായിരുന്നവൻ, സ്നേഹിതനായി ഉണ്ടായിരുന്നവൻ, രക്തപാതക നീച, നീ പോയി ചാകുന്ന അർത്ഥത്തിൽ പൂഴിവാരി എറിഞ്ഞു. എന്നിട്ടും അവൻ നിരാശപ്പെട്ടില്ല. സെക്കരിയാവും എലിസബത്തും എത്രയോ നാൾ നിലവിളിച്ചു. 100 വയസ്സായി അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘനാളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, എനിക്കറിയാം. പലരും നിർമ്മല മനസ്സുള്ളവരാ. ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറിവില്ലായ്മകൾ കൊണ്ട് മാത്രം ബലഹീനതകൾ ചെയ്തു പോകുന്നവരാ നിങ്ങളിൽ പലരും, നമ്മളിൽ പലരും. പർപ്പസ്ഫുള്ളി ദോഷം ചെയ്യണമെന്ന് ചിന്തിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷവും. വളരെ ചുരുക്കം പേര് മാത്രമാണ് ദുഷ്ടതയോടെ പ്രവർത്തിച്ച് ദുഷ്ടതയിലായിരിക്കണമെന്നും നശിപ്പിക്കണമെന്നും ചിന്തിച്ച് സാത്താൻ്റെ മനോഭാവത്തോടെ ജീവിക്കുന്നവർ. അവരെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ദൈവം അവരോടൊക്കെ സംസാരിക്കട്ടെ. ബഹുഭൂരിപക്ഷം പേരും സാധുക്കളാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ ഇടപെട്ട പലരുമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരും ദുഷിക്കുന്നവരും ഒക്കെയുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ചിന്തിക്കുന്നു,
അതിൽ തന്നെ ഒരു 99% ആളുകളും ചില പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം നമ്മളെ നിന്ദിക്കുന്നവരാണ്, നമ്മളെ തിരിച്ചറിയാതെ പോകുന്നവരാണ്, അറിവില്ലായ്മ കൊണ്ട് ദുഷിക്കുന്നവരാണ്, അറിവില്ലായ്മ കൊണ്ട് എതിർക്കുന്നവരാണ്, അന്നേരത്തെ മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട് മാത്രം അകന്നു നിൽക്കുന്നവരാണ്. ബാക്കിയുള്ളവരൊക്കെ സാധുക്കളാണ്, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവരെയൊക്കെ നമ്മുടെ സമീപത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇവരുടെയൊക്കെ ജീവാവസാനം കണ്ടുകൊണ്ട് ആ സാക്ഷ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട്, തുടർച്ചയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളില്ലാതെ 5-6 വർഷമായി ദൈവമേ എല്ലാം ചെയ്തിട്ടുമൊന്നും കിട്ടുന്നില്ല, 10 വർഷമായി നടക്കുന്നില്ല, ഇനി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്നവർ ചിന്തിക്കണം. നമ്മൾക്കൊരു സാക്ഷ്യമായിട്ട് സെക്കരിയാവും എലിസബത്തുമുണ്ട്. പരാതിയില്ലാതെ അവർ പ്രാർത്ഥിച്ചു. വിശുദ്ധനായ പൗലോസ്ലീഹ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, കർത്താവിന് വേണ്ടി സുവിശേഷം പറഞ്ഞു. എന്നിട്ടും അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രമാത്രം! പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, മൃഗയായുദ്ധം ചെയ്യേണ്ടി വന്നു. കുറേ അടികിട്ടി. ഏകാന്തതയിൽ പോയ യോഹന്നാൻ പത്മോസ് ദ്വീപിൻ്റെ തീവ്രതയിൽ ഒറ്റപ്പെട്ട് താമസിച്ച അനുഭവം. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഈ പകൽ സമയത്ത് ദൈവമേ ഞാൻ വിളിച്ചു, നീ ഉത്തരമരുളുന്നില്ല, രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോൾ അതൊരു പരാതിയായിട്ട് എടുക്കരുത്. നീതിമാന്മാരും വിശുദ്ധരും നിർമ്മലന്മാരും അത്രമാത്രം തീവ്രതയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ അതിൻ്റെ 10,000-ൽ 1 അംശം പോലും പ്രാർത്ഥിക്കാത്ത ഞാൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഞാൻ ഇത്ര നേരം പ്രാർത്ഥിച്ചു, ഇത്ര തവണ പ്രാർത്ഥിച്ചു, ഇത്ര തവണയെന്നല്ല, ഇത്ര യാമോന്നല്ല, എപ്പോഴും പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തവരുണ്ടെങ്കിൽ അതൊരു വലിയ സമർപ്പണമാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കൊരു കാര്യം അറിയാമല്ലോ, ഒരു പിഞ്ചു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ എത്ര തവണ നമ്മൾ ചുംബനം കൊടുക്കുന്നുണ്ട്. അത് അപ്പാ മമ്മ എന്ന് വിളിക്കുന്നത്, പപ്പാ മമ്മി എന്ന് വിളിക്കുന്നത് നമ്മളൊരു 100 തവണ ആ കുഞ്ഞിനെ, 100 തവണയോ 100,000 തവണ ആ കുഞ്ഞിനെ കുഞ്ഞെ പൊടിയെ എന്നൊക്കെ വിളിച്ചതിന് ശേഷമായിരിക്കും. പൊന്നെ, പൊടിയെ, തേനെ, ചക്കരയെ, തേൻകട്ടെ എന്നൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിളിക്കും. അച്ചാച്ചൻ്റെ പൊന്നുമോൻ, ചക്കരമോൻ, തേൻകട്ടമോൻ എന്നൊക്കെ വിളിക്കും, പറയും. കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് പറയും. യാതൊരു റെസ്പോൺസും ഇല്ല. ആദ്യകാലത്തിലൊന്ന് ചിരിക്കത്തു പോലുമില്ല. അങ്ങനെയൊക്കെ ഒന്ന് ചിരി വരണമെന്നുണ്ടെങ്കിൽ തന്നെ എത്രയോ വർഷങ്ങൾ കഴിയണം. ഏറ്റവും അവസാനം കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കും. നമ്മളൊരു 10,000-കണക്കിന് ചിരിയും താലോലവും പറഞ്ഞതിന് ശേഷമാണ് കുഞ്ഞൊന്ന് ചിരിക്കുന്നത്. ആ ഒറ്റ ചിരിക്ക് എത്ര സന്തോഷമാണ് നമുക്ക്. നമ്മൾ എത്ര തവണ കുഞ്ഞിനെ വിളിക്കും, അത് ചിലപ്പോൾ നോക്കത്ത് പോലുമില്ല, ചെവി കേൾക്കാതിരിക്കുമല്ല, പക്ഷേ അതിന് റെസ്പോണ്ട് ചെയ്യാൻ അറിയത്തില്ല, എന്നാലും നമ്മൾ വിളിക്കും. അവസാനം പപ്പ എന്നൊന്ന് വിളിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്, അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ വളർത്തുന്ന മാതാപിതാക്കൾ ഇത്രയേറെ തവണ കുഞ്ഞിനെ വിളിച്ചതിന് ശേഷം 1 തവണ ഒരു മറുപടി കിട്ടുമ്പോൾ കിട്ടുന്ന നിറഞ്ഞ സന്തോഷം, ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളുണ്ടല്ലോ, അതുപോലെയാകണം. ദൈവം തമ്പുരാനെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തോണം, സ്വർഗത്തിൽ അത്യുന്നതങ്ങളിലായിരിക്കുന്നവൻ, വലിയ മാലാകന്മാരാൽ നയിക്കപ്പെടുന്നവൻ പരിസേവിതനെന്ന് മാത്രം ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ണിയേശു എന്നുള്ള സങ്കല്പമുള്ളത്. നമ്മൾ പാടാറില്ലയോ, പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ കുഞ്ഞാഥേനെ എന്ന് തുടങ്ങുന്ന പാട്ട് എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് മാതാപിതാക്കളെയൊക്കെ മക്കൾ പ്രായമായി കഴിയുമ്പോൾ അപ്പച്ചാന്ന് 1 തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു, കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ചെവി കേൾക്കത്തില്ലയോ, ചെവി പൊട്ടിപ്പോയോ എന്നിട്ട് ഉറക്കെ അലറി വിളിക്കുമോ. അടുത്തിടയ്ക്ക് ഞാൻ ഒരു ചെറിയ ലേഖന ശകലം വായിച്ചത് ഇപ്രകാരമാണ്. 2-3 തവണ തൻ്റെ വാർദ്ധക്യത്തിലെത്തിയ ചെവി കേൾക്കാത്ത ഒരു പിതാവിനെ മകൻ ആവർത്തിച്ച് വിളിച്ചിട്ട് കേൾക്കാതിരുന്നപ്പോൾ പിതാവിനോട് ദേഷ്യപ്പെടുകയാണ് മകന്, നിങ്ങൾക്ക് ചെവി കേൾക്കത്തില്ല, അടുപ്പിച്ച് ദേഷ്യപ്പെടുകയും. അപ്പൻ മകനോടൊന്നും പറഞ്ഞില്ല. മകനെ അടുത്ത് വിളിച്ചിട്ട് ഒരു പഴയ കാലത്ത് ആ പിതാവ് എഴുതി വെച്ച ഒരു ഡയറി എടുത്ത് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മോനെ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. പഴയ കാലത്തെ ഒരു ഡയറി, ആ പിതാവ് എന്നും ഡയറി എഴുതുന്നവന്. ആ ഡയറിക്കകത്തിലെ
ചില ദിവസങ്ങളിൽ എഴുതിയേക്കുന്ന ഇവനെ കുഞ്ഞായിരുന്ന സമയത്തെ ചില കാര്യങ്ങളാണ്, കുഞ്ഞ് ജനിച്ച സമയത്തെ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം എഴുതി വെച്ചേക്കുക, കുഞ്ഞ് ജനിച്ചു വീണു, ഇത് ഞാൻ ഉറങ്ങിയില്ല, കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്, എൻ്റെ ഭാര്യയും ഉറങ്ങാതിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യ കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ തറയിൽ അവിടെ ഇരിക്കുകയായിരുന്നു, കുറേ നേരം മുട്ടുകുത്തിയിരുന്നു, കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നു. പിന്നീട് ഓരോ ദിവസത്തെ ഇങ്ങനെ എഴുതിയേക്കുക, അനേകം ദിവസമായി ഞാൻ അവനെ കുഞ്ഞെ പൊടിയെ എന്ന് വിളിച്ചതിന് ശേഷം ഇന്നാദ്യമായിട്ട് അവൻ എന്നെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്നെ ഇന്ന് അപ്പ എന്നൊന്ന് വിളിച്ചു. ഞാനൊരു 100 തവണ അവനോട് സംസാരിച്ചതിന് ശേഷം അവൻ എന്നോട് പിന്നെയും ഒന്ന് സംസാരിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആ പിതാവ് ഓരോ ദിവസത്തെയും ഡയറി കുറിപ്പുകളെ കാവ്യാത്മകമായിട്ട് ഹൃദയത്തിൽ തൊട്ട് എഴുതിയേക്കും. അപ്പോൾ ഈ ഡയറി കുറിപ്പ് മകൻ വായിച്ചു കഴിഞ്ഞിട്ട് പിതാവിനോട് മാപ്പ് പറഞ്ഞതായിട്ടാണ് ആ ലേഖനശകലത്തിനുള്ളിൽ, ചിന്താശകലത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഓർത്തോണം, പകൽ സമയത്ത് എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചു, കേട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ കേട്ടില്ല എന്ന് നിരാശയോട് സന്നിവേശിപ്പിക്കുകയല്ല, മറിച്ച് നമ്മൾ വീണ്ടും അടുത്തുകൊണ്ടിരിക്കണം, നിരാശപ്പെട്ടു പോകല്ലേ എന്നുള്ള ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. വീണ്ടും ആ വാചകം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല, രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല. ഈ പകലും രാത്രിയും പ്രതീകാത്മകതകളുടേതായിട്ടുള്ള ചില വർണ്ണനകൾ ഉൾക്കൊള്ളുന്നതാണ്. പകല് നമുക്കറിയാം പ്രകാശപൂരിതമാണ്. ഒരു സാഹചര്യത്തെ, സമയത്തെ പകലെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രകാശം വേണം. പകൽ സമയത്ത് അന്ധകാരമാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രകാശമായി പകലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പകലുണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രകാശം ഉണ്ടായിരിക്കണം, ഒരു ദീപസ്തംഭം ഉണ്ടാകണം, പകലിനെ പ്രോജ്വലിപ്പിക്കുന്ന സൂര്യബിംബം അവിടെ കാണണം. പകൽ സമയത്ത് ഞാൻ നിന്നെ വിളിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. പകലിൽ കാഴ്ചയുണ്ട്, നമുക്ക് പ്രവർത്തിക്കാം, യാത്ര ചെയ്യാം, അധ്വാനിക്കാം, എല്ലാമുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിലെ ഔന്നത്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പകലുകളുണ്ട്. ആ പകലിലും നീ ദൈവത്തെ വിളിക്കണം. രാത്രി മാത്രമല്ല, സ്വസ്ഥതയില്ലാതിരിക്കുന്ന രാത്രി മാത്രമല്ല. രാത്രി എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമുക്ക് വെളിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് വേണം. ചന്ദ്രബിംബത്തിൻ്റെ പ്രഭ കൊണ്ട് മാത്രം നമുക്ക് രാത്രിയിൽ എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഊട് വഴിയിലൂടെ മറ്റും പോകുമ്പോൾ ഒന്നുകിൽ ഒരു ലൈറ്റ് വേണം, അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ടോർച്ചിൻ്റെയെങ്കിലും വെട്ടം വേണം. ഒരുപക്ഷെ നമ്മൾക്കറിയാവുന്ന വഴിത്താരയിലൂടെ നമുക്ക് പോകാം, വെട്ടമൊന്നും ഇല്ലെങ്കിലും നമുക്ക് പോകാം. പക്ഷേ പോകുമ്പോഴും മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്, ഭീതിയുണ്ട്. പാമ്പുണ്ടോ, കാല് തട്ടുമോ എന്നൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെങ്കിലും ഒരു പ്രകാശത്തിന് വേണ്ടി ആഗ്രഹിക്കും, ഒരു വെളിച്ചത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. വെളിച്ചം കൂടിയേ തീരും. പകലിലും ദൈവത്തിൻ്റെ കൃപ വേണം, രാത്രി സമയത്തും ദൈവത്തിൻ്റെ കൃപ വേണം. പകൽ സമയത്ത് എൻ്റെ ദൈവത്തെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ സന്തോഷാനുഭവങ്ങളിൽ ദൈവത്തെ മറന്നുപോകുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. എനിക്ക് പ്രവർത്തിക്കാം, എനിക്ക് അധ്വാനിക്കാം, ഇപ്പോൾ എനിക്ക് പഠിത്തമുണ്ട്, ഓവർ ടൈം ചെയ്യാനുള്ള കഴിവുണ്ട്, ബിസിനസ് നടത്താനുള്ള ശക്തിയുണ്ട്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുടുംബക്കാർ ഒത്തിരി പേരുണ്ട്, കുടുംബയോഗക്കാരെ എണ്ണാൻ പറ്റാത്ത പോലുണ്ട്. അങ്ങനെ സന്തോഷമൊക്കെ ഒത്തിരി ഉണ്ട്. റാങ്ക് ഹോൾഡറാണ് ഞാൻ, ടെസ്റ്റ് എഴുതി പാസ്സായിട്ടുണ്ട്, വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം തയ്യാറായിട്ടുണ്ട്, എൻ്റെ മക്കളൊക്കെ സേഫാണ്, സെറ്റിൽഡാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, മറ്റുള്ളവരോടൊന്നും ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല മതിലൊക്കെ കെട്ടിപ്പൊക്കി CCTV വെച്ച് ആരെങ്കിലും പരിസരത്തോടെ പോയാൽ പോലും ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് ആരും അവിടെ നോക്കി നിൽക്കുക പോലും പാടില്ല. ഞാൻ അകത്തിരുന്നെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം എൻ്റെ സർവേലൻസിലാണ്. ചില പകലുകളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും. അവിടെ ദൈവം എന്തിനാണെന്ന് ചോദിക്കും. രാത്രിയിൽ വിളിച്ചാൽ പോരേ എന്ന് ചിന്തിക്കും.
രാത്രിയിൽ നിന്റെ പ്രകാശം മതിയല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും സമൂഹവുമായിട്ടുള്ള ബന്ധത്തിലും പകലിലും വെളിച്ചത്തിലും ഒരുപോലെയാകണം. അവിടെ മറയ്ക്കപ്പെടാനൊന്നുമില്ല. പകൽ സമയത്ത് ദൈവമേ ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയുണ്ടാകണം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ടുള്ള പകലായിട്ടുള്ള ഉയർച്ചയായിട്ടുള്ള എല്ലാ അവസരത്തിലും ഈ പകലിൻ്റെ ഭൗതിക പകലിൻ്റെ സ്വാധീനങ്ങൾക്കപ്പുറമായി ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ കണ്ണുകളെ ഞാൻ ഉയർത്തുന്നുണ്ട്. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. അതെ, ഉയർച്ചയിലും താഴ്ചയിലും വെളിച്ചത്തിലും അന്ധകാരത്തിലും ദൈവത്തെ നമ്മൾ വിളിച്ചേ പറ്റത്തുള്ളൂ. ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകണം. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സ്നേഹിതരും സഹോദരങ്ങളും ഒക്കെ നമുക്ക് വേണം. ഇല്ലാത്തപ്പോൾ മാത്രമല്ല സഹോദരങ്ങൾ വേണ്ടത്, എല്ലാ സാഹചര്യത്തിലും ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം ഉണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. ആ ഒരു തിരിച്ചറിവാണ് പകൽ സമയത്ത് ഞാൻ നിന്നെ വിളിക്കുന്നു ഉത്തരമരുളുന്നില്ല എന്ന വാക്കിൽ ആഴമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. മൂന്നാമതായിട്ട് വീണ്ടും എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു ഉത്തരമരുളുന്നില്ല, രാത്രികാലത്തും സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോഴാണ് ഒരു അന്ധനായ ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യം നമ്മൾ ഓർക്കണം. അന്ധനെ സംബന്ധിച്ചിടത്തോളം പകലും രാത്രിയും എല്ലാം ഒരുപോലെ. വെളിച്ചം എത്ര ഉണ്ടെങ്കിലും അത് വെളിച്ചമായിട്ട് തോന്നുന്നില്ല. ചിലർക്ക് പ്രകാശത്തെ ഭയമാണ്. ഫോട്ടോഫോബിയ എന്ന് പറയുന്ന ഒരു അസുഖം തന്നെയുണ്ട്, പ്രകാശത്തെ ഭയം. എപ്പോഴും പ്രകാശത്തിലായിരിക്കുന്നവർക്ക് അന്ധകാരത്തെ ഭയമാണ്. അതുകൊണ്ട് ചിലരെ കണ്ടിട്ടില്ലേ, ചില കുഞ്ഞുങ്ങളാണേലും ഉണ്ടല്ലോ, അവർക്ക് ഇരുട്ട് ഭയമാണ്, പേടിയാണ്. രാത്രിയാകുമ്പോഴത്തേക്ക് പലർക്കും പല രീതിയിലുള്ള ഭയങ്ങളും വരും, അന്ധവിശ്വാസങ്ങളൊക്കെ ഒത്തിരി കടന്നു വരും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രകാശമുള്ളത് ഇഷ്ടമല്ല. ചില വീടുകളിലൊക്കെ ചെന്നാൽ നമുക്കറിയാം, അധികം ലൈറ്റ് പോലും അവർ പ്രകാശിപ്പിക്കത്തില്ല. പല കാരണങ്ങൾ പറയും, ശരിയാണ്, ആവശ്യമില്ലാതെ സ്വിച്ചുകളൊന്നും ഇടണ്ട, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കേണ്ട, അതൊക്കെ നമുക്ക് സമൂഹത്തോടുള്ള നന്മയുടെ ഭാഗമാണ്. എങ്കിലും ആവശ്യമുള്ള വെട്ടം വേണം, ആവശ്യമുള്ള പ്രകാശം നമുക്ക് വേണം, ആവശ്യമുള്ള രാത്രിയും വേണം. ആവശ്യമുള്ള പ്രകാശവും ആവശ്യമുള്ള രാത്രിയും പ്രിയമുള്ളവരെ നമുക്ക് വേണം. എപ്പോഴും പ്രകാശം തന്നെ ആയാൽ പറ്റത്തില്ല. 24 മണിക്കൂറും പ്രകാശമായാൽ 24 മണിക്കൂറും രാത്രിയായാൽ എന്താണ് പ്രത്യേകത? അത് ബുദ്ധിമുട്ടല്ലേ നമുക്ക്? അതുകൊണ്ട് പ്രകാശവും അന്ധകാരവും വേണം. ഒരു വ്യക്തി കടന്നു പോകുന്ന ചില ജീവിത വഴിത്താരകളുണ്ട്, അത് രണ്ടും നമ്മൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, അന്ധൻ്റെ കാര്യം പറഞ്ഞല്ലോ. അന്ധനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചത്തെ വെളിച്ചമായും അന്ധകാരത്തെ അന്ധകാരമായും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തോണം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽപ്പ് വേണം, ഒരു ഊന്നുവടി വേണം. ഒരു അന്ധൻ, അവന് കാഴ്ചയില്ലെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞാൽ അവൻ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അന്ധകാരത്തിലൂടെ കാഴ്ചയുള്ള ഒരുവനും കാഴ്ചയില്ലാത്ത ഒരുവനും നടന്നു പോയാൽ കാഴ്ചയില്ലാത്ത ഒരുവനായിരിക്കും ഒന്നുകൂടി അതുവഴി നടന്നു പോകാനുള്ള ശേഷി കൂടുതൽ, ശക്തി കൂടുതൽ. കാരണം ഭൗതികമായി പ്രകാശമുണ്ടെന്ന് കരുതുന്നവന്, കാഴ്ചയുള്ളവന് ചിലപ്പോൾ അന്ധകാരത്തിലൂടെ നടന്ന് ശീലം കാണത്തില്ല, അതിനെ പേടിക്കും. എന്നാൽ കാഴ്ചയില്ലാത്തവനെ സംബന്ധിച്ച് ഇത് രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് അവന് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. കറണ്ട് വരുന്നതും പോകുന്നതും അവന് പ്രശ്നമല്ല.
വെളിച്ചം പോയി കഴിഞ്ഞാൽ കാഴ്ചയുള്ളവനെ സംബന്ധിച്ചൊരു പ്രകാശം വരുന്നതുവരെ വായിക്കാൻ പറ്റത്തില്ല. എന്നാൽ കാഴ്ചയില്ലാത്തവനെ സംബന്ധിച്ച് ബ്രെയിൽ ലിപിയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, തൊട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാ കാര്യങ്ങളും എപ്പോഴും കണ്ടു മാത്രം മനസ്സിലാക്കുന്നവന് എപ്പോഴും തൊട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരത്തില്ല. പക്ഷേ തൊട്ട് മനസ്സിലാക്കുന്നവന് കാഴ്ചയില്ലേലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൂടെ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ദൈവനാമത്തിൽ. നിങ്ങളുടെ ജീവിതത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ പകൽ സമയത്ത് നിലവിളിക്കുന്നു, ഉത്തരം അരുളുന്നില്ല, രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോഴും ജീവിതത്തിലെ ചില പ്രത്യേക വഴിത്താരകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ ശക്തി നേടിയേ പറ്റൂ, ബലം നേടിയേ പറ്റത്തുള്ളൂ, ആത്മശക്തി പ്രാപിച്ചേ പറ്റത്തുള്ളൂ, ദൈവകൃപയോടൊപ്പമായിരുന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ചിന്തയ്ക്ക് ഞാൻ അടിവരയിടുകയാണ്. 2-ാമത്തെ വാക്യം, 22-ാം സങ്കീർത്തനം 2-ാം വാക്യം, പകൽ സമയത്ത് വിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല, രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല എന്നുള്ള ആ വാക്യത്തിലൂടെ 3 കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഒന്നാമത് പറഞ്ഞു, പകലിലും രാത്രിയിലും നിലവിളിക്കുന്നവരുണ്ടായിരുന്നു, ദൈവത്തെ സ്നേഹിച്ച് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും അവർ പിന്നെയും ദൈവസന്നിധിയിൽ നിലനിന്നു. അല്പസമയം മാത്രം പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉത്തരമരുളുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, പകൽ സമയത്ത് നിലവിളിക്കുന്നു, രാത്രി സമയത്ത് ഉത്തരം അള്ളുന്നില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, പകലിൻ്റെ തീവ്രതയിലും സന്തോഷത്തിൻ്റെ അനുഭവത്തിലും ദൈവത്തെ വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല. രാത്രി വരുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സമയത്തും ദൈവകൃപ വേണം. ഒരന്തൻ്റെ അനുഭവത്തെ പറ്റി 3-ാമത് പറഞ്ഞു, അവൻ സെൽഫ് സഫിഷ്യൻ്റാണ്, അവന് വെളിച്ചവും രാത്രിയും ഒക്കെ ഒരുപോലെ ആയതുപോലെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ നമ്മൾ പകലിൻ്റെ സന്തോഷം മാത്രം അനുഭവിച്ച് രാത്രിയുടെ ദുഃഖത്തിലൂടെ നടക്കാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഉത്തരമരുളുന്ന ദൈവമുണ്ട്. ജീവിതത്തിലെ ഓരോ വിനാഴികയിലും ഉത്തരമരുളുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.